സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടുക്കി ശങ്കരപാണ്ഡ്യമേട്ടിലാണ് സംഭവം. ഇടുക്കി ജില്ലയിലെ പൂപ്പാറയിൽ പന്നിയാർപ്പുഴയുടെ തീരത്തെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നീക്കം ശക്തമാക്കുന്നതോടെ പ്രദേശത്ത് വീണ്ടും സംഘർഷാവസ്ഥ. ഇടുക്കി കളക്ടറേറ്റിലും കോടതി പരിസരത്തും ബോംബ് ഭീഷണിയെ തുടർന്ന് ഇന്ന് പരിശോധന നടന്നു. വാണിജ്യ സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത സമരം പൂർണ്ണം. വിശദമായ വാർത്തകളിലേക്ക്. വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടുക്കി ശങ്കരപാണ്ഡ്യമേട്ടിലാണ് സംഭവം. ജഗൻമോഹന്റെ ഭാര്യ ശാന്തിയാണ് കൊല്ലപ്പെട്ടത്. ജഗൻമോഹന്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണനെ ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴുത്തിൽ തോർത്തുമുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ശാന്തൻപാറ ശങ്കരപാണ്ഡ്യമേട്ടിൽ വീട്ടമ്മ മരിച്ച സംഭവം കൊലപാതകം. സ്വകാര്യ സ്കൂളിലെ ഡ്രൈവറായ ജഗൻമോഹന്റെ ഭാര്യ ശാന്തി മരിച്ച സംഭവത്തിൽ ജഗൻമോഹന്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണനെ ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 4-നാണ് ശാന്തി മരിച്ചത്. ജഗൻമോഹൻ ഇല്ലാതിരുന്ന സമയത്ത് രാമകൃഷ്ണൻ ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. ആണി വാങ്ങാനാണ് രാമകൃഷ്ണൻ ഇവരുടെ വീട്ടിലെത്തിയത്. ശാന്തി ജഗൻമോഹനെ ഫോണിൽ വിളിച്ച ഇക്കാര്യം പറഞ്ഞു. താൻ തിരികെ വന്നതിന് ശേഷം ആണി കൊടുക്കാമെന്ന് ജഗൻമോഹൻ അറിയിച്ചു. ജഗൻമോഹൻ തിരിച്ചെത്തിയപ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ശാന്തിയെ കണ്ടു. ശാന്തി തനിക്ക് ചായ തന്നതിന് ശേഷം കൊഴിഞ്ഞു വീണതാണെന്ന് രാമകൃഷ്ണൻ ജഗൻമോഹനോട് പറഞ്ഞു. തുടർന്ന് ഇരുവരും ചേർന്ന പൂപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. പരിശോധനയിൽ ശാന്തി മരിച്ചതായി കണ്ടെത്തി. തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ ശാന്തൻപാറ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരാണ് ശാന്തിയുടെ കഴുത്തിൽ സ്വാഭാവികമായ അടയാളം കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്വാസം മുട്ടിയാണ് ശാന്തി മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. രാമകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ശാന്തിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന മൊഴി നൽകിയത്. ശാന്തിയുടെ സ്വഭാവ ദൂഷ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് രാമകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞത്. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. ഇടുക്കി ജില്ലയിലെ പൂപ്പാറയിൽ പന്നിയാർപ്പുഴയുടെ തീരത്തെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നീക്കം ശക്തമാക്കുന്നതോടെ പ്രദേശത്ത് വീണ്ടും സംഘർഷാവസ്ഥ രൂക്ഷമാകുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച നടപടികൾ മനുഷ്യാവകാശ ചർച്ചകൾക്കും ജനപ്രക്ഷോഭത്തിനും വഴിവെക്കുമ്പോൾ പുനരധിവാസം ഉറപ്പാക്കാതെ ഒഴിപ്പിക്കൽ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. പുനരധിവാസ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിന് പഞ്ചായത്തിൽ യോഗം ചേർന്നു. പൂപ്പാറയിൽ പന്നിയാർപ്പുഴയുടെ പുറമ്പോക്ക് ഭൂമിയിലെ വീടുകളിലെ താമസക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികളുമായി റവന്യൂ വകുപ്പ് പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 29 വീടുകളാണ് 2024 ഫെബ്രുവരിയിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. ഈ വീടുകളിലെ താമസക്കാർക്ക് ഒഴിഞ്ഞു പോകുന്നതിന് പലതവണ സമയം അനുവദിച്ചിരുന്നു. എന്നാൽ താമസക്കാർ സ്വമേധയാ ഒഴിഞ്ഞു പോകാത്തതിനാലാണ് ഇപ്പോൾ റവന്യൂ പഞ്ചായത്ത് അധികൃതർ തുടർ നടപടികളിലേക്ക് കടന്നത്. ഈ വീടുകളിൽ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങളിൽ ഒഴികെയുള്ളവർക്ക് കൃഷിസ്ഥലം, വീട് തുടങ്ങിയവ ഉണ്ടെന്നാണ് പൂപ്പാറ വില്ലേജ് ഓഫീസർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ടിലുള്ളത്. ഇതുകൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിനു മുന്നോടിയായി വീടുകളിലെ വൈദ്യുത കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയ KSEB റവന്യൂ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞിരുന്നു. കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഭൂരഹിതരായ കുടുംബങ്ങളുടെ പുനരധിവാസം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശാന്തൻപാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ യോഗം വിളിച്ചു ചേർത്തു. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരും സർക്കാർ ഏറ്റെടുത്ത വീടുകളിലെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് അനുവദിക്കുന്നതുവരെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിൽ താൽക്കാലിക താമസ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചെങ്കിലും ഒഴിപ്പിക്കൽ നടപടി നേരിടുന്നവർ യോഗം ബഹിഷ്കരിച്ചു. ചെയ്യാൻ സാധ്യമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ പോകാൻ
ഇറക്കിവിടുന്ന അല്ലെങ്കിൽ ഇറക്കിവിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അവർ സേഫായിട്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് പഞ്ചായത്തിൻ്റെതായ കടമുറികളും കമ്മ്യൂണിറ്റി ഹാളുകളും അതുപോലെ നമ്മൾക്ക് വിട്ടുകിട്ടിയിരിക്കുന്ന വീടുകളിലേക്കും ആളുകളുടെ സാധനങ്ങളും അവരെയും മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുന്നതിനുള്ള പ്രധാന പദ്ധതികളാണ് പഞ്ചായത്ത് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടുന്ന കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അവിടുന്ന് പോകണം, മാറി പുനരധിവാസ പദ്ധതി നടപ്പാക്കാതെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം. സിറ്റി വിഷൻ, രാജകുമാരി. പൂപ്പാറയിൽ പന്നിയാർ പുഴയുടെ പുറമ്പോക്ക് ഭൂമിയിലെ വീടുകൾ ഒഴിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച വീടുകളിലെ താമസക്കാർ പൂപ്പാറയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൂപ്പാറ ടൗണിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സമരം തുടങ്ങിയത്. ജനത്തിന് ജനരോഷമുണ്ടായി. അവസാനം അവർക്ക് നീതി കിട്ടാത്തതിൻ്റെ പേരിൽ ഇന്ന് പൂപ്പാറയ്ക്കൽ വെയിറ്റിംഗ് ഷെഡിൽ അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് ഒരു നേരം അന്തി ഉറങ്ങാനുള്ള ഒരു കിടപ്പാടത്തിന് വേണ്ടിയിട്ട് ഇവിടെ സമരം ആരംഭിച്ചിരിക്കുകയാണ്. കുട്ടികളടക്കം കൊച്ചുകുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, യൗവനക്കാരുണ്ട്, എല്ലാവരും കൂടെ ഏകദേശം 30ഓളം കുടുംബങ്ങൾ ഇവിടെ ഞങ്ങളിന്നിവിടെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ പുഴയോരത്ത് താമസിക്കുന്ന 30ഓളം കുടുംബക്കാരെ ഒരു പാർപ്പിടം ഇല്ലാത്ത ആൾക്കാരെ അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു മുൻഗണന പഞ്ചായത്തോ കളക്ടറോ എടുക്കാണ്ട് നമ്മളിവിടെ ഇരുന്ന് ഈ 30 കുടുംബക്കാരെയും ഒഴിപ്പിക്കാനായിട്ട് അവരെ ശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 24 മണിക്കൂറിന് ഉള്ളിൽ നിങ്ങളിവിടെ നിന്ന് ഒഴിവാക്കി തരണം, ഞങ്ങൾ സീൽ വയ്ക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസും തന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾ പൂപ്പാറ ടൗണിന് സമീപം പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 29 വീടുകളാണ് 2024 ഫെബ്രുവരിയിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. ഈ വീടുകളിലെ താമസക്കാർക്ക് ഒഴിഞ്ഞു പോകുന്നതിന് പലതവണ സമയം അനുവദിച്ചിരുന്നു. എന്നാൽ താമസക്കാർ സ്വമേധയാ ഒഴിഞ്ഞു പോകാത്തതിനാലാണ് റവന്യൂ പഞ്ചായത്ത് അധികൃതർ തുടർ നടപടികളിലേക്ക് കടന്നത്. ഈ വീടുകളിൽ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങളിൽ ഒഴികെയുള്ളവർക്ക് കൃഷിസ്ഥലം, വീട് തുടങ്ങിയവ ഉണ്ടെന്നാണ് പൂപ്പാറ വില്ലേജ് ഓഫീസർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ടിലുള്ളത്. ഇതുകൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടന്നത്. സിറ്റി വിഷൻ, രാജകുമാരി. ഇടുക്കി കളക്ടറേറ്റിലും കോടതി പരിസരത്തും ബോംബ് ഭീഷണിയെ തുടർന്ന് ഇന്ന് പരിശോധന നടന്നു. ബോംബ് സ്ഫോടന ഭീഷണി ഉൾക്കൊള്ളുന്ന ഒരു ഇമെയിൽ ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. ഇടുക്കി കളക്ടറേറ്റിലും കോടതി പരിസരത്തും ബോംബ് ഭീഷണിയെ തുടർന്ന് ഇന്ന് പരിശോധന നടന്നു. ബോംബ് സ്ഫോടന ഭീഷണി ഉൾക്കൊള്ളുന്ന ഒരു ഇമെയിൽ ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ മുഴുവൻ പരിസരവും പരിശോധിച്ചു. സുരക്ഷാ മുൻകരുതലായി കോടതിക്കുള്ളിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തിറക്കി. ഇതോടെ കോടതി പ്രവർത്തനങ്ങൾ അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. അതേസമയം വിശദമായ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ലെന്ന് അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലായതോടെ കോടതി പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം തുടരുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി. പശ്ചിമ കൈലാസം എന്നറിയപ്പെടുന്ന രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി താലപ്പൊലി ഘോഷയാത്രയും തൃശൂർ വിയ്യൂർ യുവജന പുലികളി സംഘത്തിന്റെ പുലികളിയും നടത്തി. രാജാക്കാട് പൂരത്തിന് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും പുലികളികളുടെയും കാവടിയുടെയും അകമ്പടിയോടെ 100 കണക്കിന് ബാലികമാർ താലപ്പൊലി ഘോഷയാത്രയായി രാജാക്കാട് ക്ഷേത്രത്തിലെത്തി. ഘോഷയാത്രയുടെ മുൻനിരയിലായി എത്തിയ SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ്, യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, NRCT ശാഖാ പ്രസിഡന്റ് KP ജെയിൻ, വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കോഴിയിൽ, സെക്രട്ടറി സുനിൽ പാമ്പനച്ചാലിൽ, രാജാക്കാട് ശാഖാ പ്രസിഡന്റ് സാബു വാവലക്കാട്ട്, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ്, വനിതാ സംഘം പ്രസിഡന്റ് ദീപ ഷിബു എന്നിവരടങ്ങുന്ന മുൻനിര നേതാക്കളെയും നിയുക്ത MLA അഡ്വക്കേറ്റ് സേനാപതി വേണു, പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ എന്നിവരെയും മതസൗഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികളായ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, ഇമാം നിസാർ ഭാദ്രി, സുധീർ കോട്ടക്കൊടി, MR അനിൽകുമാർ, സജി കോട്ടയ്ക്കൽ, VC ജോൺസൺ, VV ബാബു, ജോഷി കന്യാകുഴി, ടൈറ്റസ് ജേക്കബ്,
പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തന്ത്രി പറവൂർ ശ്രീഹരി രാകേഷ്, സുരേഷ് തന്ത്രി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി എം പുരുഷോത്തമൻ, ശാന്തിമാരായ സതീഷ്, മോഹനൻ, രതീഷ്, മണികണ്ഠൻ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലുമാണ് 5ാം ദിനമായ ചൊവ്വാഴ്ച രാവിലെ നട തുറപ്പ്. ഗണപതി ഹോമം, മുളപൂജ, പന്തീരടി പൂജ, നവകം, പഞ്ചഗവ്യ കലശാഭിഷേകം, ശ്രീഭൂതബലി, ശ്രീവേലി എഴുന്നള്ളിപ്പ്, ഉഷപൂജ എന്നിവ നടന്നത്. ഭഗവാന്റെ തിടമ്പേറ്റാനെത്തിയ ഗജവീരൻ ചൈത്രം അച്ചുവിന് ടൗണിൽ വെച്ച് സ്വീകരണം നൽകി ക്ഷേത്രനടയിൽ എത്തിച്ചു. തുടർന്ന് നാദസ്വര കച്ചേരിയും പ്രസാദവൂട്ടും നടന്നു. വൈകിട്ട് NRCT ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട താലപ്പൊലി ഘോഷയാത്രയുടെ ഭദ്രദീപ പ്രകാശനം SNDP രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ നിർവഹിച്ചു. ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തുന്നതിനെ തുടർന്ന് ദീപാരാധന, അത്താഴപൂജ, ശ്രീഭൂതബലി, പ്രസാദവോട്ട്, മഹാദേവന്റെ ചരിത്രപ്രസിദ്ധമായ പള്ളിവേട്ട, പള്ളിനിദ്ര എന്നിവയും നടത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. വാണിജ്യ സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത സമരം അടിമാലി, മൂന്നാർ മേഖലകളിൽ പൂർണ്ണം. അസോസിയേഷന് കീഴിലുള്ള ഹോട്ടലുകളും ബേക്കറികളും പൂർണ്ണമായി അടഞ്ഞുകിടന്നു. സ്ഥിരമായി ഭക്ഷണത്തിന് ഹോട്ടലുകളെ ആശ്രയിച്ചിരുന്നവർ പ്രതിസന്ധിയിലായി. വാണിജ്യ സിലിണ്ടർ വില വർധനയിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്ത് ഇന്ന് ഹോട്ടൽ ഉടമകൾ പണിമുടക്കിയത്.
ഹോട്ടൽ അസോസിയേഷന് കീഴിലുള്ള ഹോട്ടലുകളും ബേക്കറികളും അടച്ചിട്ടായിരുന്നു പ്രതിഷേധം. ഹോട്ടൽ സമരം അടിമാലി, മൂന്നാർ മേഖലകളിൽ പൂർണ്ണമായിരുന്നു. അസോസിയേഷന് കീഴിലുള്ള ഹോട്ടലുകളും ബേക്കറികളും പൂർണ്ണമായി അടഞ്ഞുകിടന്നു. സ്ഥിരമായ ഭക്ഷണത്തിന് ഹോട്ടലുകളെ ആശ്രയിച്ചിരുന്നവർ പ്രതിസന്ധിയിലായി. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതോടെയാണ് ഹോട്ടൽ ഉടമകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച് സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടക്കുകയും ചെയ്തു. പ്രവർത്തന ചെലവിന്റെ പേരിൽ ഹോട്ടലുകൾ വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കും അത് വലിയ തിരിച്ചടിയാകും. LPG നിയന്ത്രണം കാരണം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ പതുക്കെ സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് വാണിജ്യ സിലിണ്ടറിന് കുത്തനെ വില ഉയർന്നത്. പുതിയ പ്രതിസന്ധി രൂപം കൊണ്ടത് നേരത്തെ സിലിണ്ടറിന് 100ഉം 150ഉം രൂപയുമൊക്കെയാണ് കൂട്ടാറെങ്കിൽ ഇക്കുറി ഒറ്റയടിക്ക് 993 രൂപയാണ് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ കൂട്ടിയത്. ഹോട്ടൽ, റെസ്റ്റോറൻറ്റുകൾ, ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ തുടങ്ങിയവയൊക്കെ ഈ വില വർധന സാരമായി ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രതിഷേധമറിയിച്ച് ഹോട്ടൽ സംഘടന ഇന്ന് സംസ്ഥാന വ്യാപകമായി കടകളടച്ച് സമരത്തിന് ആഹ്വാനം ചെയ്തത്. സിറ്റി വിഷൻ, അടിമാലി. ഹോട്ടൽ സമരത്തിൽ വലഞ്ഞ മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾ. ഹോട്ടൽ സമരം എന്നറിയാതെ മൂന്നാറിലെത്തിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികളായിരുന്നു വലഞ്ഞവരിൽ അധികവും. സ്ഥിരമായി ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്നവരും ഇന്നത്തെ ഹോട്ടൽ സമരത്തെ തുടർന്ന് പ്രതിസന്ധിയിലായി. വാണിജ്യ സിലിണ്ടറുകളുടെ ഇപ്പോഴത്തെ വില വർധന അന്യായമെന്നാരോപിച്ചും ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിൽ പ്രതിഷേധിച്ചുമായിരുന്നു ഹോട്ടൽ സംഘടന ഇന്ന് സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിച്ചത്. ഹോട്ടൽ സമരം വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെത്തിയ സഞ്ചാരികളെ വലച്ചു. ചെറു ഹോട്ടലുകളും ബേക്കറികളും പോലും അടഞ്ഞുകിടന്നതോടെ ഭക്ഷണമില്ലാതെ ആളുകൾ പ്രതിസന്ധിയിലായി. ഹോട്ടൽ സമരം എന്നറിയാതെ മൂന്നാറിലെത്തിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളായിരുന്നു വലഞ്ഞവരിൽ അധികവും. நாங்க சேலம்ல இருந்து வரோம். எங்க கிளைமேட் மூணாருக்கு வந்திருக்கோம். எங்க கிளைமேட் ரொம்ப நல்லா இருக்கு. ஆனா ஹோட்டல்ல சிலிண்டர்ல ஷார்டேஜ்னால சில ஹோட்டல் எதுவும் இல்ல. அதனால நாங்க கொஞ்சம் சாப்பிடாம கொஞ்சம் அஃபெக்ட் ஆகுறோம். പ്രായമായവരും രോഗികളും കുട്ടികളുമൊക്കെ ഭക്ഷണമില്ലാതെ വന്നതോടെ വിശപ്പടക്കാൻ മറ്റ് താൽക്കാലിക വഴികൾ തേടി. മറ്റ് കടകളിൽ നിന്നും കുടിവെള്ളവും ബണ്ണുമൊക്കെയായിരുന്നു പലരുടെയും ആശ്രയം. മുമ്പേ പ്രഖ്യാപിച്ച ഹോട്ടൽ സമരമായതിനാൽ ഇന്ന് മൂന്നാർ അടക്കമുള്ള ഇടങ്ങളിലേക്ക് കേരളത്തിനകത്ത് നിന്നുള്ള സഞ്ചാരികൾ കാര്യമായി എത്തിയില്ല. സ്ഥിരമായി ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന സഞ്ചാരികളല്ലാത്ത തൊഴിലാളികളടക്കമുള്ള ആളുകളും ഇന്നത്തെ ഹോട്ടൽ സമരത്തെ തുടർന്ന് ഭക്ഷണം കിട്ടാതെ പ്രതിസന്ധിയിലായി. സിറ്റി വിഷൻ, മൂന്നാർ. സംസ്ഥാനത്ത് ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MS അജി. 4 മാസം കൊണ്ട് സംസ്ഥാനത്ത് 1400 രൂപയിലധികം വിലവർധനവാണ് വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് ഉണ്ടായിട്ടുള്ളത്. ഇതിലൂടെയുണ്ടായിട്ടുള്ള അധിക ഭാരം ജനങ്ങളുടെ മേൽ ഏൽപ്പിക്കാതിരിക്കാൻ പരമാവധി ഹോട്ടലുടമകൾ ശ്രമിക്കുന്നുവെന്നും അതിന്റെ ഭാഗമാണ് ഹോട്ടലുകൾ അടച്ചുള്ള ഇന്നത്തെ സമരമെന്നും MS അജി അടിമാലിയിൽ പറഞ്ഞു. പാചകവാതകത്തിന്റെ അന്യായമായ വിലവർധനവിൽ പ്രതിഷേധിച്ച് ഇന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കടയടയ്ക്കലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ അടക്കം മുഴുവൻ സാധനങ്ങളുടെയും വില കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗ്യാസിന് മാത്രം ഒരു ദിവസം കൊണ്ടുണ്ടായ വർധനവ് 993 രൂപയാണ്. ഈ വർഷം ജനുവരി മുതൽ 4 മാസം കൊണ്ടുണ്ടായിരിക്കുന്ന വർധനവ് 1445 രൂപ 50 പൈസയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയൊരു വില വർധന ഉണ്ടായപ്പോൾ സത്യത്തിൽ ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു പരിധി വരെ വില കൂട്ടാണ്ട് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ പോലും ഞങ്ങൾ ഇത് പൊതുജനത്തിന്റെ മേത്തേക്ക് ഈ അമിത ഭാരം അടിച്ചേൽപ്പിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയാണ്, അവർക്കും കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ കടയടപ്പ് സമരം നടത്തിയിരിക്കുന്നത്. അതിന് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. അടിമാലി വാളറ കമ്പിലൈനിൽ കാട്ടാന ചെരിഞ്ഞു. പ്രദേശത്തിറങ്ങി ഭീതി പരത്തിയിരുന്ന ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാനയാണ് ചെരിഞ്ഞത്. വൈദ്യുതാഘാതമേറ്റാണ് ആന ചെരിഞ്ഞിട്ടുള്ളതെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന പ്രാഥമിക വിവരം. അടിമാലി വാളറ മേഖലയിൽ ജനവാസയിടങ്ങളിലിറങ്ങി ഭീതി പരത്തിയിരുന്ന കാട്ടുകൊമ്പൻ ചെരിഞ്ഞു. ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാനയാണ് ചെരിഞ്ഞത്.
രാത്രി 8 മണിയോടെ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് വിവരം. വൈദ്യുതാഘാതമേറ്റാണ് ആന ചെരിഞ്ഞിട്ടുള്ളതെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന പ്രാഥമിക വിവരം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തെത്തിയിട്ടുണ്ട്. ആനയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾ പിന്നീട് നടക്കും. ഇതിനുശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂ. വാളറ, കമ്പിലൈൻ, കുളമാങ്കുഴി, പട്ടേടമ്പ് പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശം വരുത്തുകയും ആളുകളിൽ ഭീതി പരത്തുകയും ചെയ്തിരുന്ന കാട്ടാനയാണ് ഒറ്റക്കൊമ്പൻ. ആന ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയതോടെ ആനയെ വനത്തിലേക്ക് തുരത്തണമെന്നാവശ്യപ്പെട്ട വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു. വനംവകുപ്പ് പിന്നീട് ഇതിൽ ഇടപെടൽ നടത്തി. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. പ്രദേശത്ത് ആന കൃഷിനാശം വരുത്തുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് ഇപ്പോൾ വേറെയും കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളതായാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. സിറ്റി വിഷൻ, അടിമാലി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,675 രൂപ, പവന് 1,94,000 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടുക്കി ശങ്കരപാണ്ഡ്യമേട്ടിലാണ് സംഭവം. ഇടുക്കി ജില്ലയിലെ പൂപ്പാറയിൽ പന്നിയാർപ്പുഴയുടെ തീരത്തെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നീക്കം ശക്തമാക്കുന്നതോടെ പ്രദേശത്ത് വീണ്ടും സംഘർഷാവസ്ഥ. ഇടുക്കി കളക്ടറേറ്റിലും കോടതി പരിസരത്തും ബോംബ് ഭീഷണിയെ തുടർന്ന് ഇന്ന് പരിശോധന നടന്നു. വാണിജ്യ സിലിണ്ടറിന് വിലകുത്തനെ വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത സമരം പൂർണ്ണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.